தங்கமான தமிழ் மொழியில் கந்த சுவாமி சந்நிதியில் இன்பமோட ஜபம் அருளிடும் ஜனம் ஜனம் மனதில் அன்பு தூகும் ஒருவன் அம்சமான தருணன் அவதரிச்ச முருகன் ஷண்முகன். அழகாய் ஒருங்கி வந்தால் மின்னாட்டம், அசுர தள்ள பறக்கும் துள்ளாட்டம். ஆண்டவன் இறங்கி வந்தால் தீயாட்டம், ஆறும் மதிமறக்கும் வெள்ளாட்டம். பூலோகம் கைகூப்பும் மாயத்தேரோட்டம், கடலேடும் பின்மாறும் ஆழக்கண்ணோட்டம். பாரச்சேலாட்டம், தனியே போராட்டம், நடனத்திக வரையும் களியாட்டம் வாட்டம். திருமல முருகனுக்கு மாமல முருகனுக்கு திருமல முருகனுக்கு மாமல முருகனுக்கு. அழகாய் ஒருங்கி வந்தால் மின்னாட்டம், அசுர தள்ள பறக்கும் துள்ளாட்டம். ஆண்டவன் இறங்கி வந்தால் தீயாட்டம், ஆறும் மதிமறக்கும் வெள்ளாட்டம். സന്തോഷത്തിൻ കൂടെ ഞാനും നീയും ഒന്നാണടാ. ഇന്നീ മണ്ണിൽ ജന്മം ഒന്നേ ഒന്ന്, ഓരോ നാടും കൊണ്ടാടടാ. കോപത്തിൻ പന്തങ്ങൾ നീ അൻപാലയാറ്റേണം, എല്ലോരും എന്നെന്നും ഒരേ കണ്ണാലെ കാണേണം. തുടങ്ങണം ഇനി പൂരം, ഇനി അറുമുഖനുടെ കാലം. നട്ടത്തെരി വിളക്കണ പൊടി പൊടിക്കണ കളവ കുങ്കുമത്തിമെല്ല മതം. ശരവണ മുരുകനിക്ക് ഷൺമുഖ മുരുകനിക്ക്, ശിവനുടെ തിരുമകന് കാർത്തിക മുരുകനിക്ക്. അഴകായി ഒരുങ്ങി വന്നാൽ മിന്നാട്ടം, അസുര തല പറക്കും തുള്ളാട്ടം. ആണ്ടവൻ ഇറങ്ങി വന്നാൽ തീയാട്ടം, ആരും മതിമറക്കും വെള്ളാട്ടം. തിരുമല മുരുകനിക്ക് മാമല മുരുകനിക്ക്, തിരുമല മുരുകനിക്ക് മാമല മുരുകനിക്ക്. അക്വസ്റ്റാർ പാത്തികളും ക്ലാമ്പുകളും, അക്വസ്റ്റാർ റെയിൻ വാട്ടർ പൈപ്സ്, മറ്റെല്ലാം ചുമ്മാ. സഞ്ജയ് സൂപ്പർ, അടിപൊളി സെലക്ഷൻ. MG സാർ ഇരിക്കുമ്പോ തന്നെ ഒരു പാട്ട് പാടാൻ പറ്റി അല്ലേ? നമുക്ക് ചോദിക്കാം. MG സാർ. സഞ്ജയ് നന്നായിരുന്നു മോനെ, നന്നായിട്ട് പാടിയിട്ടു. പിന്നെ ഈ ബാക്കപ്പ് ഉണ്ടല്ലോ ഒരുപാടുണ്ട്. നമുക്ക് നമ്മുടെ ഇപ്പം ഈ നമ്മുടെ ഓർക്കസ്ട്ര നന്നായിട്ട് പ്ലേ ചെയ്തു എങ്കിൽ അതിൻ്റെയും താഴെ ഒരുപാട് ലേയേഴ്സ് ജേക്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ബാക്കപ്പും പിന്നെ ആ കോറസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ 3 പേരല്ല, അത് കുറേ ഉണ്ട്. ഇത് ശരിക്കും കുണ്ട്രത്തിലെ കുമരനുക്ക് കൊണ്ടാട്ടം അത് തന്നെയാണ് ഇതിനകത്ത് നമ്മൾ പ്ലേസ് ചെയ്യാൻ നോക്കിയത്. സെയിം സാധനം. പക്ഷേ ഞങ്ങൾക്ക് ഓഡിയോ റൈറ്റ്സ് അവർ തന്നില്ല, കാരണം ആ കമ്പനിക്കാർ. അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു പാറ്റേണിൽ
വേറെ ജേക്സ് വേറൊരു സാധനം ചെയ്ത് അതിനകത്ത് കയറ്റി. ശരിക്കും ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഇത് പടത്തിലുള്ളതല്ല. പടത്തിൽ ഞാനൊരു പാട്ടേ പാടിയിട്ടുള്ളൂ, കൺമണി പൂവേ കണ്ണാടി പൂവേ. പിന്നെ കുറേ പേര് പാടിയിട്ടുണ്ട് വേറെ. അപ്പം ഇത് ഒരു പ്രൊമോ സോങ് വേണമെന്നുള്ള രീതിയിൽ ഈ സോങ് എടുത്ത് ഇത് മോഹൻലാൽ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലാൽ പറഞ്ഞു, അയ്യോ നല്ല പാട്ടാണല്ലോ, പടത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എന്ന്. പക്ഷെ പടം കഴിഞ്ഞ് ഫൈനലായി അപ്പോഴത്തേക്ക് ഒരിക്കലും പറ്റില്ല. അതിലൊരു സീനിൽ പറ്റും. ആ മകനെ ഇങ്ങനെ കാട്ടിക്കൊണ്ട് തള്ളിയിട്ട് പോകുന്ന വഴിക്ക് ഒരു തെയ്യവും ഇത്രയൊക്കെ ഉണ്ട്, ഒരു സീനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇവർ പോകുന്ന ഒരു അവിടെ വേണമെങ്കിലും പറ്റും. പക്ഷേ അത് അവിടെ ആണെങ്കിലും ഈ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ മാറ്റി ചെയ്യേണ്ടി വരും. പക്ഷെ പാട്ടിനൊരു പ്ലേസ്മെൻറ്റേ കിട്ടിയില്ല, ചെയ്തും പോയി. അപ്പോൾ ശോഭനയും പറഞ്ഞതുപോലെ അയ്യോ നല്ല പാട്ടാണല്ലോ, നമ്മൾ എന്തെങ്കിലും ഇത് ഇൻക്ലൂഡ് ചെയ്യണമല്ലോ, എങ്ങനെ ചെയ്യും, വെറുതെ ഒരു പ്രമോസ് അങ്ങോട്ട് വിടണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ എറണാകുളത്തിവിടെ ലാലും എന്താണ് ശോഭനയും പിന്നെ ഓൾ ഗ്രൂപ്പ് അതിനകത്ത് എന്നെ കൂടെ വിളിച്ചിട്ട് ഒരു ഇൻട്രഡക്ഷനിൽ തങ്കമാന അതിൻ്റെ ഒരു പാടാൻ വേണ്ടി ഒരു അവസരം തരുൺ മൂർത്തി തന്നു. തങ്കമാന തമിഴ് മൊഴിയിൽ കന്ദസ്വാമി സന്നിധിയിൽ ഇമ്പമോടെ ജപം അരുളിടും ജനം ജനം മനതിൽ അൻപു തൂകുമൊരുവൻ അംസമാന തരുണൻ അവതരിച്ച മുരുകൻ. അങ്ങനെ ഈ പാട്ട് വീഡിയോ എടുത്തിട്ട് ലാസ്റ്റിൽ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ പടം കഴിയുമ്പോഴത്തേക്ക് വെറുതെ ആ വീഡിയോ അവിടെ പ്ലേസ് ചെയ്തു. ശരിക്കും പടത്തിലില്ല ഈ പാട്ട്. അങ്ങനെയാണ് ഈ ശരിക്കും ഈ പാട്ട് ഒന്നുകൂടെ പോപ്പുലർ ആവാൻ കാര്യം. ഇല്ലെങ്കിൽ വെറും ഒരു പ്രൊമോ സോങ് ആയിട്ട് പോയതിന്. എന്തായാലും മോൻ നന്നായിട്ട് പാടി, വേറെ പ്രത്യേകിച്ചൊന്നും മിസ്റ്റേക്സ് ഒന്നും ഞാൻ കണ്ടില്ല കേട്ടോ. മോൻ പാടി കുറച്ചുകൂടെ ഒരു എന്താണ് പറയുന്നത്, അഴകായി ഒരുങ്ങി വന്നാൽ തീയാട്ടം, അസുര തല പറക്കും തുള്ളാട്ടം, ആണ്ടവൻ അങ്ങനെയുള്ള ഒരു ഇടിച്ചു നിൽക്കുന്ന ഒരു സാധനം വന്നാൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. ഓക്കെ, ബാക്കിയെല്ലാം നന്നായിരുന്നു. ഡാൻസ് സൂപ്പർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ചേച്ചി സഞ്ജയ്, ഒരു കലക്കൻ പാട്ട്, ഉഗ്രൻ സെലക്ഷൻ. പിന്നെ പറയണ്ടല്ലോ, MG സാർ അത് പാടുമ്പോഴത്തേക്കുള്ള ഒരു ഫീലും ആ ഒരു ജിൽ ജിൽ ജില്ലായിരിക്കും പാട്ട്. ഏത് വേദിയിലാണെങ്കിലും. സർ, ഈ ഒരു പാട്ടിന് വീണ്ടും നന്ദി പറയുന്നു സാറിനോട്. വേൽമുരുക പോലെ തന്നെ കൊണ്ടാട്ടം ഒരു സൂപ്പർ ഹിറ്റ് പാട്ടായി എല്ലാ വേദികളിലും പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടായി. വെച്ചാൽ സാർ, ഞാനും പാടിയിട്ടുണ്ട് ഈ പാട്ട്. ഞാൻ എൻ്റെ എല്ലാ സ്റ്റേജ് ഷോസിലും പാടാറുണ്ട്. എനിക്ക് അത്ര ഇഷ്ടമാണ് ഈ പാട്ട്. അപ്പം ഇതൊരു നമുക്കൊരു വൈബ് തരുന്ന ഒരു പാട്ടാണ്. മോനെ നന്നായിട്ട് തന്നെ പാടി. സഞ്ജയുടെ ഒരു സിംഗിങ് എപ്പോഴും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിംഗിങ് ആണ്. മെലഡി സോങ്സ് ആയാലും പിന്നെ മാനേ മധുര കരിമ്പേ, അതാണ് അവൻ്റെ ഫേവററ്റ്. അത് സ്ഥിരമായിട്ട് കേട്ട് അത് മനോഹരമായിട്ട് പാടുന്നൊരു മോനാണ്, നന്നായിട്ട് പാടുന്ന ആളാണ്. ഇതിലെനിക്ക് തോന്നിയത് ആ ഒരു സ്റ്റൈലുണ്ട് ഇതിനകത്ത്, ഒരു പ്രത്യേക ഒരു സ്റ്റൈലാണ് സാർ കൊടുക്കുന്ന ഒരു രീതി, അതൊന്ന് വരാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതായത് പാടി മനസ്സിലായിട്ട് പാടി നല്ല ജില്ലായിട്ടൊക്കെ പാടിയിട്ടുണ്ട്. ചില എക്സ്പ്രഷൻസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്, അത് വരാമായിരുന്നു എന്ന് തോന്നി. കുറച്ച് കട്ടായിട്ടുള്ളത് ഒരു മെലഡി പോലെ പോവാതെ ഇടയിൽ അതിനൊരു സിനിമാറ്റിക് ഫീല് വരാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത് യു ക്യാൻ ഡു ഇറ്റ്. ഇനിയും പാടേണ്ട പാട്ടാണ്. ഇതൊക്കെ ഒരിക്കലും അവസാനിക്കാത്തൊരു പാട്ടാണ്. ഇത് നമുക്ക് എപ്പോഴും കേട്ടാലും ഒരു സന്തോഷമുള്ള പാട്ടാണ്. അപ്പോൾ മോൻ ഇനി അത് പാടും, ഈ പാട്ട് ഇനി വീണ്ടും പാടുമ്പോൾ ഇത്തരത്തിലുള്ള എക്സ്പ്രഷൻസ് കൂടി ഒന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഡാൻസ് ഒക്കെ കലക്കി ലാസ്റ്റിൽ നമ്മുടെ ലാലേട്ടൻ ചെയ്ത പോലെയുള്ള സ്റ്റെപ്സ് ഒക്കെ എടുത്തു കൊണ്ടുവന്ന് അടിച്ച് കസറി സൂപ്പറായിരുന്നു. നമ്മുടെ ഓർക്കസ്ട്രയും പിന്നെ കോറസും എല്ലാം അത് ഗുമ്മാക്കി, നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു സംഭവം മാത്രമാണ് എനിക്ക് തോന്നിയത് കുറച്ചൊരു സിനിമാറ്റിക് എലിമെന്റ്, ഒരു അഭിനയം അതിൽ വരാമായിരുന്നു എക്സ്പ്രഷൻ വൈസ്. അല്ലാതെ യു ഡിഡ് ഫാന്റാസ്റ്റിക്. താങ്ക് യു ചേച്ചി. ശരത് സർ. സഞ്ജയ് സാറേ, നല്ല കിടുക്കാച്ചി പാട്ട്, അത് നന്നായിട്ട് പാടിയതാ. എനിക്ക് ആകെ ഉള്ള ആ മൂലോകം ഒന്നൊന്ന് പാടാമോ? മൂലോകം കൈകൂപ്പും മായത്തേരോട്ടം. എനിക്ക് മൂലോകത്തിലായിരുന്നു പ്രശ്നം. എനിക്ക് ഭയങ്കര ഹൈ ആയിട്ട് തോന്നിയത്. മൂലോകം കൈകൂപ്പും മായത്തേരോട്ടം. ഓക്കെ, സമാധാനായി. അടുത്ത കൊല്ലം കൂടെ പാടിക്കും. കടലേഴും പിന്മാറും ആഴക്കണ്ണോട്ടം.
താരച്ചേലാട്ടം അത് കാര്യം അത് കൃത്യമായിട്ട് ആ ദൈവത്തെ ഹിറ്റ് ചെയ്യണാടാ. താരച്ചേലാട്ടം തനിയെ പോരാട്ടം നടനത്തിക പറയും കളിയാട്ടം ആട്ടം. അല്ല നടന നടനത്തിക പറയും കളിയാട്ടം ആട്ടം അങ്ങനെ വരും. നടനത്തിക പറയും കളിയാട്ടം ആട്ടം. അല്ലല്ല നടനത്തിക പറയും കളിയാട്ടം ആട്ടം. നടനത്തിക പറയും കളിയാട്ടം ആട്ടം. അപ്പൊ അതെല്ലാം നടന തികവറിയും. നടന തികവ് അറിയും. അപ്പൊ ഈ ഒരു മലയാളി ആയതുകൊണ്ട് അത് മനസ്സിലാക്കി വേണം, ആ ഭാഷ മനസ്സിലാക്കി വേണം പാടാൻ കേട്ടോ. അത്രേ ഉള്ളടാ ചക്കരെ. ബാക്കിയൊക്കെ ഡാൻസ് അസാധ്യം. എനിക്ക് കുശുമ്പ് തോന്നി നിന്റെ അടുത്ത് വന്നങ്ങ് ഇടിച്ചാലോ, അവനെ ഇടിച്ച് നിലം പരിച്ചാക്കിയാലോ എന്നൊക്കെ തോന്നി. അത്രേ ഉള്ളടാ ചക്കരെ, എനിക്ക് ഇഷ്ടമായടാ. താങ്ക് യു സർ. ഷാനിക്ക. സഞ്ജയ് അടിപൊളിയായിട്ട് പാടിയടാ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക കേട്ടോ. ഇത് ഒരു ആക്ച്വൽ ലേറ്റസ്റ്റ് ഹിറ്റ് സോങ് ആണ്, നോ ഡൗട്ട്. സൂപ്പർ സെലക്ഷൻ, സൂപ്പർ സോങ്. പിന്നെ ഇങ്ങനെ പിന്നെ എന്ത് പാടിയാലും ഇങ്ങനെ സൂപ്പർ ഹിറ്റാണ്. അതെ ഓ ആ ഇതുണ്ടല്ലോ, ആ ഗെത്ത്, നമ്മള് ഗെത്ത് എന്ന് പറയല്ലേ, അത് അണ്ണാ ഒരു വലിയ കൈ. വെറുതെ പാടിയപ്പോൾ ആ ശബ്ദം ഇങ്ങനെ. അതെ, അത് ആ സ്പ്രെഡിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. എനിവേസ് ഓൾ ദി ബെസ്റ്റ്. അല്ലല്ല ഒരു മിനിറ്റ്, നീ ജോർജ് സാറിന്റെ ഡയലോഗ് പഠിച്ചു എന്നൊരു കരക്കമ്പി ഞാൻ കേട്ടു. സത്യമാണോ? എടാ ഇതൊക്കെ എന്തൊരു കഷ്ടമെന്ന് പറ. അതൊക്കെ ഞങ്ങൾക്ക് കേൾക്കണ്ട. നീ എന്തിനാ ഇത് പാടിയത്? അത് പറഞ്ഞാ മതിയായിരുന്നു. സഞ്ജയ്, നമുക്ക് ജോർജ് സാറിനെ ഒന്ന് കാണണം. നമ്മള് സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, നേരിട്ടൊന്ന് കാണണം എന്നൊരാഗ്രഹം. അല്ലെങ്കിൽ ഇപ്പൊ എം ജി സാറ് ചെയ്യൂ കേട്ടോ. സാർ സൂപ്പർ ആയിട്ട് ചെയ്യും ജോർജ് സാറിന്. ഹലോ, ഹായ് സർ. 45 വർഷമായടാ ഞാൻ ഈ ഫീൽഡില് മുമ്പോട്ട് പോണു. നീയൊക്കെ എന്നെ ഒന്നും ചെയ്യാൻ പോണില്ല കേട്ടോ. ഇനിയും ഞാൻ തുടരും. ഇനി ഇതിനെ വെല്ലാൻ നിനക്ക് പറ്റും. 36 വർഷമായടാ ജോർജ് സാർ. 36 വർഷമായടാ ജോർജ് സാർ പോലീസായിട്ട്. ഇതിൻ്റെ ഇടയിൽ പുറത്ത് അറിയുന്നതും അറിയാത്തതുമായ പല ചെറ്റത്രങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും എനിക്കൊരു റിഗ്രറ്റും ഇല്ലടാ. 2 ദിവസം കഴിഞ്ഞ് റിട്ടയർഡായി DYSP മെഡൽ വാങ്ങി പോകുമ്പോൾ ജോർജ് സാറ് പഴയ ജോർജ് സാർ തന്നെ ആടാ. 36 വർഷമായടാ. അങ്ങനെ വരണം. 36 വർഷമായ ജോർജ് സാറ് ഈ പോലീസിൽ തുടരുന്നു. 2 മാസം കൂടെ കഴിയുമ്പം ഞാൻ വിരമിക്കും. എന്നാലും ജോർജ് സാർ ആണടാ. ആ ഒരു ആറ്റിറ്റ്യൂഡ് വെറുപ്പിക്കണം. 36 വർഷമായടാ ജോർജ് സാറ് പോലീസായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് പുറത്തറിയുന്നതും അറിയാത്തതുമായ പല ചെറ്റത്രങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും എനിക്കൊരു റിഗ്രറ്റും ഇല്ലടാ. 2 ദിവസം കഴിഞ്ഞ് DYSP മെഡൽ വാങ്ങി പോകുമ്പോൾ ജോർജ് സാറ് പഴയ ജോർജ് സാർ തന്നെ ആടാ. ഓക്കെ, മാർക്സ് ചോദിക്കാം. MG സാർ 9.3. താങ്ക് യു സർ. ശരത് സർ 9.4 മാർക്സ്. താങ്ക് യു സർ. ചേച്ചി സഞ്ജയ് ഹലോ. ഓക്കെ, സോ ടോട്ടൽ 18.7.